ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ചിക്കൻ നൂഡിൽസ് റോളാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ ഞാനിത് നൂഡിൽസ് വേവിക്കാണ്ട് വെള്ളം വെച്ച് അതിലിത്തിരി ഓയിൽ ഒഴിച്ച് ഉപ്പും ഇട്ട് നൂഡിൽസ് വേവിക്കുകയാണ്. ഒരു 80% വെന്ത് കഴിഞ്ഞാൽ ഒരു 6 മിനിറ്റ് വേവിച്ചെടുക്കാൻ കേട്ടോ. അതിനുശേഷം നൂഡിൽസിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് സവാളയും ക്യാരറ്റും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അത് നന്നായി വാടിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ഇങ്ങനെ ചേർത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നൂഡിൽസിൻ്റെ മസാലപ്പൊടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നൂഡിൽസും അതിൽ ഇട്ട് ഇളക്കിയെടുക്കുന്നു. അങ്ങനെ റോളിലേക്കുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്താൽ മതി. ഇതെല്ലാം മിക്സ് ആയതിനു ശേഷം കുറച്ച് ക്യാപ്സിക്കവും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മിക്സ് ചെയ്ത് ഇത് ഇറക്കി വെക്കാം. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സവാള ചേർത്ത് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു പിടി ക്യാരറ്റും ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കവും ചേർക്കും. നന്നായി വാടിയതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ, ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനാണ് ചേർത്തത്. വേവിച്ച് ചേർത്താലും മതി, അതൊക്കെ നിങ്ങളോട് ഇഷ്ടം പോലെ ചെയ്യുക. അങ്ങനെ അതും ചേർത്ത് ഇളക്കി മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, മാറ്റി വെക്കുക. 1 കപ്പ് മൈദ എടുത്ത് കുഴച്ച് ചപ്പാത്തി കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ചപ്പാത്തി ആയാലും മതി, അങ്ങനെ മൈദ കൊണ്ടുള്ള പത്തിരി ആയാലും മതി, എന്തായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാനിത് കുഴച്ച് ചപ്പാത്തി പോലെ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പത്തിരി നൈസായി കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ചെറിയ ബോൾസാക്കി ചെറിയ പത്തിരിയാക്കി പരത്തി വെക്കുകയാണ്. അങ്ങനെ 4 പത്തിരി ആക്കിയതിന് ശേഷം 4 പത്തിരിയും പരത്തിയതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇങ്ങനെ പുരട്ടി കൊടുക്കുക, ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിൽ കുറച്ച് മൈദ പൊടിയെടുത്ത് വിതറി വീണ്ടും ഒരു പത്തിരി വെച്ച് അതിന് മുകളിലും ഇങ്ങനെ ഓയിൽ ബ്രഷ് ചെയ്ത് ഇതുപോലെ പൊടി മുകളിലിട്ട് അങ്ങനെ 4 പത്തിരിയും ഒരുമിച്ച് വെച്ചാണ് ഞാനിത് വലുതാക്കി പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 4 പത്തിരിയും വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് പരത്തിയെടുക്കും. അങ്ങനെ ആകുമ്പോൾ നൈസായിട്ട് പത്തിരി നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ചപ്പാത്തി ചുട്ട് അതിൽ ചെയ്താലും മതി, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ നൈസാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ. 4 കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിനി നമുക്ക് ചുട്ടെടുക്കാം. വലുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 4 പത്തിരി വെച്ച് പരത്തിയത്. പിന്നെ ഇത് നൈസായി ഇത് വന്ന് ചൂടായിട്ട് അധികം കരിയാതെ തന്നെ നമുക്കിത് ഓരോന്ന് ചുട്ടതിന് ശേഷം പൊളിച്ചെടുക്കും. അതിങ്ങനെ വേറിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊളിച്ചാൽ ഇട്ടിട്ടോ അത് ഓരോന്നിങ്ങനെ ലെയറായിട്ട് പോരുക. അങ്ങനെ ഇതുമെന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഭാഗം ഇങ്ങനെ വേർപെടുത്തിയെടുക്കുക. ഇതിലേക്ക് വേണ്ട ഒരു സോസ് ഉണ്ടാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് ബട്ടർ ചേർത്ത് 2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്തു നന്നായി ഇളക്കി മൂത്ത് വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. അത് ബട്ടർ ചൂടാകുമ്പോൾ ഇട്ട് കൊടുത്താലും മതിയായിരുന്നു, ഞാൻ അപ്പിടാൻ മറന്നു പോയതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ അത് കുറുക്കിയെടുക്കുക. കുറുക്കി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ടൊമാറ്റോ സോസും ചേർത്ത് കുറച്ച് മസാല ചീസാണ് ഞാൻ ചേർത്തിട്ടുള്ളത്.
ക്രീം ചീസ് ആയാലും മതി, ഏതെങ്കിലും ചീസ് ചേർത്ത് കൊടുക്കുക. ഉണ്ടെങ്കിൽ മതി, ഇല്ല ഉണ്ടാക്കാതിരിക്കേണ്ട. ചീസ് ചേർത്തില്ലെങ്കിലും ഇങ്ങനെ സോസും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ചേർത്തുന്നുള്ളൂ, ഇല്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. സോസ് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തി ഒരു വട്ട് വെച്ച് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷേപ്പ് റെഡി ആവാൻ വേണ്ടിയിട്ട് വക്കൊക്കെ ഒന്ന് കീറിപ്പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എടുത്ത സമയത്ത്. അതുകൊണ്ട് ഞാനത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. അതിന് മുകളിൽ ചിക്കൻ ഫില്ലിംഗ് ആണ് കേട്ടോ നിരത്തി കൊടുക്കേണ്ടത്. ചിക്കൻ ഫില്ലിങ് എല്ലാ ഭാഗത്തും നിരത്തിയതിന് ശേഷം അതിന് മുകളിൽ കുക്കുംബറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് അരിഞ്ഞ ശേഷം കുക്കുംബർ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നാണ് കുറച്ച് എടുത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച നൂഡിൽസ് വെച്ച് കൊടുക്കുകയാണ്. കുറച്ചും കൂടി മുകളിലും സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം അത് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഞാനിത് 2-3 പത്തിരിയിൽ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.